ഹായ് എവരിവൺ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കറിയാം, എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുക. അല്ലാതെ നമ്മളൊരു ഫീസ് ഈടാക്കിയിട്ടോ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ പോകുന്നില്ല. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ഇരിക്കുന്നവർക്കാണെങ്കിലും ഒരു സ്റ്റുഡൻസിനാണെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് തരിക. എന്നെക്കൊണ്ട് പറ്റിയ നിങ്ങളെ കൊണ്ടും പറ്റും എന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ മറ്റൊരു കാര്യം, നമ്മളൊരിക്കലും കോൾസ് തരികയല്ല, അല്ലാതെ ഇത് ബൈ ചെയ്ത് സെല്ല് ചെയ്ത്. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യൂ പറയുന്നതേ ഉള്ളൂ. എൻ്റെ ഒരു വ്യൂ മാത്രമാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചിട്ട് അത് തന്നെ നടക്കണമെന്നില്ല. അപ്പം പല കാര്യങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ വരെ ലാഗാകുന്നുണ്ട്, പക്ഷെ നമ്മൾ ചാനൽ ഒരിക്കലും വിടത്തില്ല. അപ്പം ഇത്ര നാൾ കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പം ദാണ്ട മണപ്പുറം ഫിനാൻസിൻ്റെ ചാർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടിട്ട് വലിയ തരക്കേടില്ലാത്ത ചാർട്ടാണ്. അപ്പം ഇതെങ്ങനെ വരയ്ക്കുന്നതെന്ന് കാണിച്ചുതരാം. സപ്പോർട്ട് റെസിസ്റ്റൻസിനെ പറ്റിയൊക്കെ നമ്മൾ ജസ്റ്റ് വരകളുടെ ആൾക്കാരാണല്ലോ. പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഇൻഡിക്കേറ്ററോ സാധനങ്ങളോ ഒന്നുമില്ല. മാക്ഡി, RSI, സ്റ്റൊക്കാസ്റ്റിക്സ് അങ്ങനത്തെ വലിയ വലിയ ഐറ്റങ്ങളൊന്നുമില്ല. താഴെ ഒരു വോളിയം കിടപ്പുണ്ട്, അത്രേ ഉള്ളൂ. പലർക്കും പല ഐഡിയാസ്. നമ്മളെപ്പോഴും കൂടുതൽ പ്രൈസ് ആക്ഷൻ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ അതാണ്ട് നമുക്കൊരു സപ്പോർട്ട് വരയ്ക്കാം. റാൻഡമായിട്ടുള്ളൊരു ചാർട്ടായിട്ട് തോന്നുമെങ്കിലും ഇതിനകത്ത് നമുക്ക് എന്താ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടുന്ന് ഞാൻ എന്താണ്ടൊരു സപ്പോർട്ട് വരച്ചു കണ്ടോ. പിന്നെ ഒരു റെസിസ്റ്റൻസ് ഇങ്ങനെ വരച്ചു കണ്ടല്ലോ. ഈ ഒരു ചാർട്ടിൻ്റെ മൂവ്മെൻറ്റ് ഒരു തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഇതിനകത്ത് തന്നെയാണ്. ഈ ഒരു ട്രെൻഡ് ലൈനിനകത്ത് തന്നെയായിരുന്നു ഇതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടോ. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് വരുന്നത്? നിങ്ങളപ്പം ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. മറ്റേ റൊണാൾഡോയുടെ അടയാളപ്പെടുത്തുക കാലം ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന് പറയുന്ന പോലെ ഇത് നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് അറിയാം. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് ഈ ഒരു റെസിസ്റ്റൻസോടെ ബ്രേക്ക് ചെയ്താൽ മുകളിലോട്ടായിരിക്കും മൂവ്മെൻറ്റ്. അതായത് റെസിസ്റ്റൻസ് സപ്പോർട്ടിനെ പറ്റിയൊക്കെ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണം അതിന് മൂവ്മെൻറ്റ്. അപ്പം തൊട്ടടുത്ത റെസിസ്റ്റൻസ് വരെ നമുക്കൊരു ടാർഗറ്റ് നമുക്ക് വെക്കാം. ഒരു തൊട്ടടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം തന്നെ ഇവിടെ ആയിട്ട് വരും. ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ആയിട്ട് വരും. ഇച്ചിരി വലുതാക്കി വരയ്ക്കാം. അപ്പം അത് തന്നെ അത്യാവശ്യം ഞാനിത് മൊബൈലിനകത്തായതുകൊണ്ടാണ് ഇങ്ങനെ വേറെ രീതി കാണുന്നത്. കാണിച്ചു തരാം ക്ലിയറായിട്ട്. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒന്ന് ക്ലിയറായിട്ട് വരയ്ക്കുക. വളരെ സിമ്പിളായില്ല, കണ്ടല്ലേ. ജസ്റ്റ് രണ്ട് വരകൾ തമ്മിൽ യോജിപ്പിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥങ്ങളും എല്ലാം അറിഞ്ഞിരിക്കണം. എന്താണത് പറയാനുള്ളതെന്നൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കണം. അല്ലാതെ ഇവിടെ കയറി ജസ്റ്റ് ഒരു ബ്രേക്കായെന്ന് പറഞ്ഞിട്ട് ചാടി കയറി വാങ്ങിക്കാൻ പാടില്ല. അപ്പോൾ ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അവിടെ നമുക്കൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ, അതായത് പല കൺഫർമേഷൻ വേണം. എൻട്രി ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് റീടെസ്റ്റ് ഒക്കെ ഒന്ന് കിട്ടിയാൽ തന്നെ ഒരു 50% മുകളിലുള്ള മൂവ്മെൻറ്റ് നമുക്ക് കിട്ടി. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നിങ്ങൾ അതിനകത്ത് ഇട്ടെന്ന് പറഞ്ഞിട്ട് വലിയ നഷ്ടങ്ങളൊന്നും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. കണ്ടല്ലോ, ഇതിനകത്ത് പല സ്ഥലങ്ങളായിട്ട് പല എൻട്രികളൊക്കെ ഉണ്ട്. പിന്നെ വീഡിയോ നീളണ്ടെന്ന് വെച്ച് പറയുന്നില്ല. കണ്ടോ, ഇത് നിങ്ങൾ വാച്ച് ലിസ്റ്റിലൊന്ന് ആഡ് ചെയ്തിടാവുന്നതാണ്. കുറേ നാളെടുക്കും. ഇത് വീക്ക്ലി ടൈം ഫ്രെയിമാണ്. പല ടൈം ഫ്രെയിമുകളിൽ നമുക്ക് നോക്കാം. കണ്ടോ, അത് പല ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ പല എൻട്രി എക്സിറ്റ് കിട്ടും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളത് കാണിച്ചു തരിക, പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോ ഉദ്ദേശം. അപ്പം ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു മണപ്പുറം നിങ്ങളിപ്പോൾ കണ്ടു. ഇതേപോലെ തന്നെ ഒരുപാട് ചാർട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ വരച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചാർട്ടുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമ്മളൊരു കേസ് സ്റ്റഡി പോലെ ജസ്റ്റ് ഇങ്ങനെ നടത്തിയെന്നേ ഉള്ളൂ. കണ്ടല്ലോ. അപ്പം ഇത്രയ്ക്ക് ഉള്ളൂ ഈ ഒരു ചാർട്ടിനകത്ത് പറയാൻ വേണ്ടിയിട്ട്. ഇത് ഓൾറെഡി പിന്നെ ഇതൊരു ബ്രേക്ക് ഔട്ടായിട്ട് അത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് നമുക്കാണെങ്കിൽ ആ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഉറക്കത്തിൽ നിന്നിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ ചെയ്യുവാണ്. കാരണം കുറേ നാളായാലും വീഡിയോ ഇട്ടെന്ന് ഓർത്തിട്ട് അതാണ് ഈ സൗണ്ട് ഇങ്ങനെ മാറിയിരിക്കുന്നത്. ചെറിയൊരു ഫീവറുണ്ട്. അപ്പം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ വെയിറ്റ് ചെയ്യുക. ഉറപ്പായിട്ട് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടെ.